അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് IIT ജാമിൻ്റെ കെമിസ്ട്രി സ്ട്രാറ്റജീസുമായിട്ടാണ്. നിങ്ങളെല്ലാവരും 2025 ജാം എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ജാമിനെ പറ്റി അറിയാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. പൊതുവേ എല്ലാ ഡിഗ്രി തേർഡ് ഇയേഴ്സിനും വരുന്നൊരു ഡൗട്ടാണ്, ഞങ്ങൾ ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ IIT ജാം കിട്ടുമോ, 1 ഇയർ കൊണ്ടൊക്കെ കിട്ടാൻ കഴിയുന്നതേ ഉള്ളൂ IIT എന്നിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു ആൻസറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IIT ജാം എന്ന് പറയുന്നത് JEO നീറ്റോ പോലെ ഒന്നുമല്ല. നമ്മൾ ഒരു 1 ഇയർ റിപ്പീറ്റ് ചെയ്ത് എന്നിട്ട് പഠിച്ച് എഴുതിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നൊരു കാര്യമല്ല IIT ജാം. അപ്പം 1 ഇയർ ഓൺഗോയിങ് ആയിട്ട് ഡിഗ്രി തേർഡ് ഇയറിന് എക്സാം എഴുതി IITയിൽ പഠിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും IIT ജാം സുഖമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. അതിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് ലൈഫും അതിൻ്റെ കൂടെ തന്നെ PGക്ക് IIT ലൈഫും കിട്ടണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നതാണ് IIT ജാം. അപ്പോൾ കെമിസ്ട്രിക്ക് എസ്പെഷ്യലി കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താണ് സുഖമാണ് എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യാനൊക്കെ. അപ്പോൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഈ ഒരു സ്ട്രാറ്റജീസ് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ അവതാളത്തിലാവും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ സ്മാർട്ട് വർക്കും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വർക്ക് സ്മാർട്ട് ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് IIT ജാം എഴുതാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു IIT ജാമിൻ്റെ സിലബസ് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുക. ഓൺലൈനിൽ ഉണ്ടായാൽ പോരാ, നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം. കാരണം നിങ്ങൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കുകളും നിങ്ങളതിൽ മാർക്ക് ചെയ്യണം. ഇന്ന ഡേ കൊണ്ട് ഇത്ര ടോപ്പിക്കുകൾ ഞാൻ തീർക്കും എന്നുള്ള കാര്യവും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുകയും വേണം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയായിരുന്നു IIT ജാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ്. ഇവിടെ പറയുമ്പോൾ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിനെ നമുക്ക് മെയിനായിട്ട് 3 ആക്കിയിട്ടാണ് തിരിക്കാൻ കഴിയുക: ഫിസിക്കൽ, ഇനോർഗാനിക്, ഓർഗാനിക്. അതിൽ എല്ലാവരും ഒരു ഭീകരജീവിയായിട്ട് കാണുന്ന ആളാണ് ഓർഗാനിക്. അയാളെപ്പറ്റി ഞാൻ അവസാനം പറയാം. എന്തിനാ വെറുതെ ഭീകരമായിട്ടുള്ള ആൾക്കാരൊക്കെ ആദ്യമേ പറയുന്നത്. പിന്നെ നമുക്ക് ആദ്യം ഫിസിക്കലിലേക്ക് വരാം. എല്ലാവരെയും പോലെ അല്ലെങ്കിൽ മെജോറിറ്റി ആളുകളെയും പോലെ എനിക്കും ഇഷ്ടപ്പെട്ട പാർട്ട് ഫിസിക്കലാണ്. ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല, ജാമിന് ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നല്ലോണം സ്കോർ ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള പാർട്ടാണ് ഫിസിക്കൽ. ഫിസിക്കൽ കെമിസ്ട്രിയുടെ മെജോറിറ്റി പാർട്ടും നിങ്ങൾ പഠിക്കണം. അതായത് വെറുതെ തിയറി പഠിച്ചതുകൊണ്ട് മാത്രമായില്ല. നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും അത് കുറച്ചുകൂടെ ഒരു ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി, തെർമോഡൈനാമിക്സ്, സോളിഡ് സ്റ്റേറ്റ് എന്നിവ എല്ലാം ഒരു ലിങ്ക്ഡ് ആണ്. അതിൻ്റെ തിയറീസ് നിങ്ങളിങ്ങനെ കുറേ മഗപ്പ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്താക്കാൻ കഴിയില്ല, എക്സാമിന് നല്ലവണ്ണം പ്രോപ്പർലി നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ കഴിയില്ല. അതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ട കാര്യം, ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കുമ്പം ആദ്യം നിങ്ങൾ ഓരോ ചാപ്റ്ററിലെയും തിയറീസ് പഠിക്കുക. അതിന് ശേഷം അതിലെ പ്രോബ്ലംസ് ചെയ്യുക. എത്ര പെട്ടെന്ന് തിയറി തീർക്കാൻ കഴിയുമോ അത്രയും നല്ലത്. കാരണം ഫിസിക്കലിൽ പ്രോബ്ലംസ് ആണ് വരിക. നിങ്ങൾക്കറിയാം IIT ജാമിന് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്: MCQ, MSQ ആൻഡ് നാറ്റ്. അതിൽ MCQ ക്വസ്റ്റ്യൻസിലും നാറ്റിലുമാണ് മെയിനായിട്ട് ഫിസിക്കൽ കെമിസ്ട്രി കാണുന്നത്. MCQ ആവുമ്പോൾ നിങ്ങൾ പ്രോബ്ലംസും അല്ലെങ്കിൽ തിയറി പാർട്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് എന്താക്കാം, ഗസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. 4 ഓപ്ഷനിൽ കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഇന്നതായിരിക്കും എന്ന് കണ്ട് കുത്തുമെങ്കിലും ചെയ്യാം. പക്ഷേ നാറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർലി പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മളുടെ ഓരോ പ്രോബ്ലത്തിലും എന്ത് വരും, മൈന്യൂട്ടായിട്ടുള്ള ഡെസിമൽ പോയിന്റുകൾ വരെയുള്ള മാർക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്താകാം, നാറ്റിൻ്റെ ക്വസ്റ്റ്യൻ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പോർഷൻസും, ഞാൻ വീണ്ടും പറയാണ്, ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ സിലബസിലുള്ള മെജോറിറ്റി പോർഷൻസ് നിങ്ങൾ എന്താക്കണം, ആദ്യം കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലുള്ള ഓരോരോ പ്രോബ്ലംസ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുക, എസ്പെഷ്യലി PYQ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏത് പാർട്ടിൽ നിന്നാണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത്. അങ്ങനെ അത് മനസ്സിലാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ പാർട്ടിൽ സ്ട്രെസ് ചെയ്ത് അതിലെ ഇക്വേഷൻസ് പഠിച്ച് ഒന്നുകൂടെ ഓരോ വീക്കിലായാലും അല്ലെങ്കിൽ മന്ത്ലി ആയാലും നമ്മളെ തന്നെ ഇങ്ങനെ ഫിസിക്കലിൽ ഇങ്ങനെ മിനുക്കുപണി ചെയ്തുകൊണ്ട് നിന്നാൽ നിങ്ങൾ ഫെബ്രുവരി ആകുമ്പോൾ, ഇന്നിപ്പം മെയ് ആയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ജൂൺ മുതൽ തുടങ്ങിയാൽ വരെ നിങ്ങൾക്ക് അടുത്ത ഫെബ്രുവരി ആകുമ്പോഴേക്ക് ഫിസിക്കലിലെ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ കഴിയും. അപ്പം നിങ്ങളെല്ലാവരും ഫസ്റ്റ് വേണ്ടത്, ഫസ്റ്റ് മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ആളാണ് ഫിസിക്കൽ കെമിസ്ട്രി.
IIT ജാമിന് സ്കോർ ചെയ്യുന്നതിൽ. അപ്പം നാറ്റിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പ്രോബ്ലംസ് ന്യൂമറിക്കലായിട്ട് ചെയ്ത് നമ്മൾ ഡെസിമൽ പോയിൻറ്റ്സ് അടക്കം ശരിയാക്കിയാലാണ് മാർക്ക് കിട്ടുക. അതുകൊണ്ട് തിയറി പോർഷൻസിൻ്റെ കൂടെ പ്രോബ്ലത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി അടുത്തതാണ് ഇനോർഗാനിക് കെമിസ്ട്രി. ഫിസിക്കലിനേക്കാളും കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള ഒരാളാണ് ഇനോർഗാനിക്. പക്ഷേ എങ്കിൽ അതിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിലബസ് കുറച്ച് കുറവാണ്. ഫിസിക്കലിൽ നിങ്ങൾ നോക്കുമ്പം ആദ്യത്തെ ഒരു പേജ് കംപ്ലീറ്റ്ലി ഫിസിക്കലിൻ്റെ സിലബസ് ആണെങ്കിൽ ഇനോർഗാനിക്കിൻ്റെ കുറച്ച് ഇത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഉള്ള ആളുകളുടെ ഹെഡിങ് മാത്രം നോക്കിയതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യം പഠിച്ചു വെക്കുക. ഏറ്റവും ആദ്യം കഴിയുമെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് പഠിക്കുക. ഈ ബോണ്ടിങ്ങിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോണും കാര്യങ്ങളൊക്കെ പഠിച്ച് കൃത്യമായിട്ട് സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും ഒക്കെ പറയാൻ കഴിയുന്ന ആൾക്ക് അത് ഓർഗാനിക്കിലും ഫിസിക്കലിലും ഇനോർഗാനിക്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പം ബോണ്ടിങ് പച്ചവെള്ളമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെല്ലെ ഡി ബ്ലോക്ക് അല്ലെങ്കിൽ കോർഡിനേഷൻ കോംപ്ലക്സിലേക്ക് കടക്കാം. കോർഡിനേഷൻ വരുമ്പോൾ നിങ്ങൾ ഡി ബ്ലോക്കിൽ എലമെൻറ്റ്സിലെ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പം ഈ കോർഡിനേഷൻ കെമിസ്ട്രി കുറച്ചുകൂടി അധികം ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ അതിനുള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ 100% ഷുവറാണ്. 1ഉം 2ഉം ക്വസ്റ്റ്യൻ അല്ല, 4ഉം 5ഉം ക്വസ്റ്റ്യൻസ് വരെ ഒരു ജാം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം 4 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം നിങ്ങൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണതെങ്കിൽ 4 ക്വസ്റ്റ്യൻ 8 മാർക്കായി. IIT ജാമിൻ്റെ ക്വാളിഫിക്കേഷൻ മാർക്ക് 18 എന്ന് കരുതുക. അതിൽ 8 മാർക്ക് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുമെങ്കിൽ ഷുവർലി നിങ്ങൾ എന്താവും, ക്വാളിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെ മാർക്ക് വെയിറ്റേജിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം ബോണ്ടിങ് പഠിക്കണം, പിന്നെ കോർഡിനേഷൻ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർഗനോമെറ്റാലിക്കിലേക്ക് പോവുക. ഓർഗനോമെറ്റാലിക് എന്ന് പറയുമ്പോൾ കുറച്ച് 18 ഇലക്ട്രോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എണ്ണാൻ അറിയെങ്കിൽ ഓർഗനോമെറ്റാലിക്സിലെ പ്രോബ്ലം ചെയ്യാനും കഴിയും. അപ്പം ഈ ഒരു ഓർഡറിൽ പോവുക. അതിനുശേഷം ബയോ ഇനോർഗാനിക്കും പഠിച്ചു വെക്കുക. ബയോ ഇനോർഗാനിക് എല്ലാം വിഴുങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ബേസിക് ആയിട്ടുള്ള അതിലുള്ള ബേസിക് എൻസൈംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്തായി, ഫിസിക്കലും ഇനോർഗാനിക്കും ഒരു സൈഡായി. ഇനിയുള്ളതാണ് ഓർഗാനിക്, അതായത് നമ്മുടെ വില്ലൻ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇനോർഗാനിക്കും ഫിസിക്കലും പഠിക്കുന്ന പോലെ തന്നെ ഓർഗാനിക്കും പഠിക്കണം. തീരെ അതിനെ ഒഴിവാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അവസാനം ഫെബ്രുവരി ആകുമ്പോൾ എനിക്കൊരു 100 താഴെ റാങ്ക് വേണം, IIT ബോംബെ പോകണം, അല്ലെങ്കിൽ IIScയിൽ പോകണം, IIT മദ്രാസ് പോകണം എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ലാസ്റ്റ് നിമിഷം തോന്നിയാൽ കൂടെ പോരാത്ത ആളാണ് ഓർഗാനിക്. ഫിസിക്കലും ഇനോർഗാനിക്കൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഓർഗാനിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് മുതൽ 1ാം ക്ലാസ്സിലെ കൂട്ടാൻ പഠിക്കാത്ത ആൾ 10 പോയിട്ട് ഫുൾ A+ കിട്ടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ അയാൾക്ക് കൂട്ടാൻ അപ്പോൾ പെട്ടെന്ന് കഴിയും. പക്ഷെങ്കിൽ ബേസിക്കായിട്ട് അക്ഷരം പഠിക്കാത്ത ആളാണെങ്കിൽ അയാൾക്ക് ഫുൾ A+ കിട്ടുമോ? ഇല്ല. അതുപോലെയാണ് നമ്മൾ ഓർഗാനിക്കിലെ ബേസിക് കൺസെപ്റ്റ്സ് ആദ്യം മുതലേ ശരിയാക്കി കൊണ്ടുവന്നാൽ, ഇപ്പം GOC ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയും സ്റ്റീരിയോ കെമിസ്ട്രിയുമാണ് നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ബേസിക്സ്. ഇത് രണ്ടും നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഓർഗാനിക്കിലെ ഏത് റിയാക്ഷൻസും ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ചധികം മണിക്കൂറുകളും എടുക്കും. ആദ്യമൊന്നും മനസ്സിലാവില്ല. പക്ഷെങ്കിൽ ഓരോരോ പ്രോബ്ലംസ് ചെയ്ത് ശരിയായി വരുമ്പം നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ട്രാക്ക് കയറും. പിന്നെ നിങ്ങൾക്ക് എന്ത് തന്നാലും നിങ്ങൾക്ക് എന്താക്കാൻ കഴിയും, അത് റിയേജൻ്റ് ആക്കിയിട്ട് റിയാക്ഷൻ നടത്താൻ കഴിയും. പിന്നെ ഓർഗാനിക്കിൽ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾ ഫുൾ ഓർഗാനിക് മാത്രം പഠിച്ചു പോയിട്ട് എക്സാമിന് സ്കോർ ചെയ്യണം എന്ന് വിചാരിച്ചാലും നടക്കില്ല. കാരണം ഫിസിക്കലും ഇനോർഗാനിക്കും ആണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സിമ്പിൾ. പക്ഷേങ്കിൽ ഈ ഓർഗാനിക് പാർട്ട് നിങ്ങളെ കൂടുതൽ ഞാൻ ഈ പറഞ്ഞ പോലെ റാങ്കിനെ കൂട്ടുകയുള്ളൂ. മറ്റേത് ക്വാളിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ ആവറേജ് ലെവലിൽ നിൽക്കാനാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ഇനോർഗാനിക് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഓർഗാനിക്കിലെ ചില ആൾക്കാരുണ്ട്, നമ്മളുടെ നോർമൽ ബെൻസീനും അല്ലെങ്കിൽ ഹെക്സൈനും ഒന്നും കാണാത്ത കുറച്ച് ആൾക്കാർ. അതാണ് നാച്ചുറൽ പ്രൊഡക്റ്റ് കെമിസ്ട്രിയിലും NMRലും അരോമാറ്റിസിറ്റിയിലും ഉള്ളത്. ഈ 3 ചാപ്റ്റേഴ്സ് അരോമാറ്റിസിറ്റി, NMR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ നാച്ചുറൽ പ്രൊഡക്ട്സ്, ഇത് 3ഉം റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല. ബേസിക് ആയിട്ടുള്ള ഓരോരോ കൺസെപ്റ്റുകൾ ഈ 3 ചാപ്റ്ററുകളിലും പറയുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ആ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷേ ഇതിനൊരു പ്രശ്നം, ഈ IIT ജാമിന് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ നമ്മളെപ്പോലെ തന്നെ ചിന്തിച്ചിട്ടേ എല്ലാ വർഷവും ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വരില്ല. പക്ഷേ വന്നാൽ അത് ബോണസ് പോയിൻ്റ് ആണ്, നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന മാർക്കുകളാണ് ഈ ചാപ്റ്ററിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാണ്, ഫസ്റ്റ് ഫിസിക്കലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പിന്നെ ഇനോർഗാനിക്. അതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് നിങ്ങൾ എന്താക്കുക, ഈ ഓർഗാനിക്കിനെ കൊണ്ടുപോവുക. നിങ്ങൾക്കിപ്പം ഭക്ഷണം കഴിച്ച് നല്ലൊരു സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് പായസം കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഓക്കെയാണ്, പക്ഷെ സൈഡിലൊരു പായസൻ്റെ നല്ലതല്ലേ. അതുപോലെ നിങ്ങളുടെ ജാം എക്സാമിന് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് നല്ല റാങ്ക് വാങ്ങി നിൽക്കുമ്പം ആ റാങ്കിനെ കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓർഗാനിക്കും കൂടെ ഉണ്ടാവുന്ന എന്താണ്,
കുറച്ചുകൂടെ ഒരു നല്ല കാര്യമല്ലേ. അതുകൊണ്ട് ഓർഗാനിക്കിനെ പാടേ കൈവിടാനൊന്നും നിൽക്കണ്ട. കുറച്ചൊന്ന് സൈഡ് കൂടെ കൂട്ടുക, പൂർണ്ണമായി വിശ്വസിക്കുകയും വേണ്ട, പറ്റിക്കും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ 2025 IIT JAM നിങ്ങൾ ക്വാളിഫൈ ചെയ്യുക മാത്രമല്ല, അടുത്ത ഇയറിൽ പറയുന്ന ഏതെങ്കിലും ഒരു പോസ്റ്ററുകളിൽ IITN-ആയിട്ടും NITN-ആയിട്ടും ഒക്കെ നിങ്ങളുടെ ചിരിച്ചു നിൽക്കുന്ന ആ മുഖം കൂടെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്ട്രാറ്റജീസിനെ പറ്റി പറയാനുള്ളത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.